അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. യാക്കൂബ് ഉലൈസി എന്ന ഭരണാധികാരിക്ക് രോഗം ബാധിച്ചു. വൈദ്യന്മാരത്രയും ആ രോഗത്തിന് മുന്നിൽ പരാജയപ്പെട്ടു. പ്രതിവിധി അറിയാതെ കുടുങ്ങിയ ഭരണാധികാരിയോട് ആരോ ഒരാൾ പറഞ്ഞു, താങ്കളുടെ അധികാരി പരിധിയിൽ സഹ്ലു ബിൻ അബ്ദുള്ള എന്ന പേരുള്ള ഒരു മഹാനുണ്ട്. മഹാനവറുകൾ താങ്കൾക്ക് വേണ്ടി ദുആ ചെയ്താൽ ഉത്തരം ലഭിച്ചേക്കും. അപ്പോൾ ഭരണാധികാരി സഹ്ലു തങ്ങളെ വിളിച്ചു വരുത്തി പറഞ്ഞു, എന്റെ രോഗശമനത്തിന് വേണ്ടി ദുആ ചെയ്യണം. സഹ്ലു തങ്ങൾ ഭരണാധികാരിയോട് ചോദിച്ചു, താങ്കൾക്ക് വേണ്ടി ഞാൻ എങ്ങനെ ദുആ ചെയ്യും? താങ്കൾ നിരപരാധികളായ പലരെയും കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഭരണാധികാരി തടവിലുള്ളവരെ മോചിപ്പിച്ചു. സഹ്ലു തങ്ങൾ ദുആ ചെയ്തു, അല്ലാഹുവേ, തിന്മ ചെയ്താൽ വന്നു ചേരുന്ന വിദ്യുത നീ കാണിച്ചു കൊടുത്തതുപോലെ നന്മ ചെയ്താൽ വന്നു ചേരുന്ന പ്രതാപവും നീ കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഭരണാധികാരിക്ക് ആശ്വാസമായി, രോഗം ശമിച്ചു. ഭരണാധികാരി സന്തോഷത്തോടെ സഹ്ലു തങ്ങൾക്ക് പണം നൽകി. പക്ഷെ സഹ്ലു തങ്ങൾ അത് നിരസിച്ചു. അപ്പോൾ അവിടുത്തെ അനുചരന്മാരിൽ നിന്ന് ആരോ ചോദിച്ചു, താങ്കൾക്ക് ആ പണം സ്വീകരിച്ച് പാവപ്പെട്ടവർക്ക് കൊടുത്തുകൂടായിരുന്നു? മഹാനവറുകൾ മരുഭൂമിയിലെ ചെരക്കല്ലുകളിലേക്ക് നോക്കി. അത്ഭുതം! മഹാനവറുകൾ നോക്കിയതോടെ മരുഭൂമിയിലെ ചെരക്കല്ലുകൾ മുത്തുമാണിക്യങ്ങളായി മാറിയിരിക്കുന്നു. അപ്പോൾ മഹാനവറുകൾ തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, ഈ യുദ്ധത്തിൽ അള്ളാഹുവിൽ നിന്ന് നൽകപ്പെടുന്ന ഒരു വ്യക്തിക്ക് യാക്കൂബ് ലൈസിന്റെ പണത്തിലേക്ക് വല്ല ആവശ്യമുണ്ടാവുമോ? ഉത്തരെ ഓർക്കുക, നമ്മിൽ പലരും പലതും ആഗ്രഹിക്കുന്നു, പക്ഷെ ഒന്നും ലഭിക്കുന്നില്ല എന്നതാണ് സത്യം. നമുക്കുണ്ട് പാപങ്ങൾ പുറത്തു തരാൻ നാഥനായ അള്ളാഹുവിലേക്ക് ഇരക്കുക. അള്ളാഹു തആല പറയുന്നു, ഇന്നൽ ഹസനാതി യുദ്ഹിബിന സയ്യാത്ത്. നിശ്ചയം നന്മകൾ തിന്മയെ ഇല്ലാതാക്കുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.